ഇന്ന് ഒരു രക്ഷിതാവ്, പിതാവ് എന്ന നിലക്ക് ഞാനൊക്കെ ഏറെ അസ്വസ്ഥനാണ്. അതൊരു പക്ഷേ എന്റെ മക്കളുടെ ഇന്നത്തെ ജീവിതം കണ്ടിട്ടല്ല. അത്രമാത്രം മതനിരാസത്തിലേക്കും യുക്തിവാദത്തിലേക്കും ധർമ്മങ്ങളെ നശിപ്പിച്ചു കളയുന്ന ചില പ്രയോഗങ്ങളിലേക്കും ഒരുപറ്റം ആളുകൾ നമ്മളെ മക്കളെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിലാകൃഷ്ടരായി മതനിയമങ്ങളെയും മതചിന്തകളെയും തള്ളിക്കളഞ്ഞ് യുക്തിവാദത്തിലും മതനിഷേധത്തിലുമാണ് സന്തോഷം എന്ന് തിരിച്ചറിഞ്ഞ് ചിന്തിക്കുന്ന ഒരു ജനതയിലേക്ക്, കൂട്ടായ്മയിലേക്ക് നാളെ എന്റെ മക്കൾ എത്തിപ്പെടുമോ എന്ന അസ്വസ്ഥതയാണ് ഇന്ന് ബഹുഭൂരിപക്ഷ രക്ഷിതാക്കൾക്കും. കാരണം ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ചില ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ എത്രയേറെ നിയന്ത്രിച്ചാലും, നമ്മൾ മക്കൾക്ക് എത്രയേറെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്താലും മതമാണ് പ്രശ്നം എന്ന് വരുത്തി തീർക്കുന്ന ചിന്താഗതികൾ, മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞാലേ സ്വാതന്ത്ര്യമുണ്ടാകൂ എന്ന് ചിന്തിക്കുന്ന ചില പ്രയോഗങ്ങൾ ഇന്ന് സമൂഹത്തിനിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ആണിന്റെ വസ്ത്രം തന്നെ പെണ്ണും ധരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ കൂട്ടത്തിലുള്ള ചില പെൺകുട്ടികളും ആവേശത്തോടെ പറഞ്ഞു, അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും. കാരണം അര മുതൽ മുകളിലേക്ക് കയറുന്ന ഒരു ചുരിദാർ അതുണ്ട് എന്ന കാരണത്തിന്റെ പേരിൽ, അത് കീറാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ പ്ലസ് ടു പഠനം വേണ്ടെന്ന് വെച്ച മുസ്ലിം കുടുംബത്തിലെ പെൺമക്കൾക്കും അങ്ങനെ ചിന്തിക്കുന്ന ചില സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള മതനിഷേധവും മതനിരാസതയും ആവേശമുണ്ടാക്കും എന്നുള്ളത് നേരാ. അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ രക്ഷിതാക്കൾ, ആങ്ങളമാർ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുകയും ജീവിതത്തിനിടയിൽ കൃത്യമായ ചില ഉപദേശ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഭീകരമായൊരവസ്ഥയിലേക്കായിരിക്കും നാളെ നമ്മളുടെ തലമുറ എത്തിപ്പെടുക എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്. പക്ഷേ പലപ്പോഴും രക്ഷിതാക്കൾക്ക് മക്കളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം മക്കളുടെ വളർച്ച പോലും മനസ്സിലാകാത്ത രക്ഷിതാക്കളുണ്ട്. ഓൺലൈൻ ക്ലാസ്സിനിടയിൽ മകന്റെ ക്ലാസ് ഏതെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാത്ത രക്ഷിതാക്കളുണ്ട്. സ്വന്തം മകൾക്കിപ്പോൾ വയസ്സെത്രയായി, എന്റെ മകനുടെ ബർത്ത്ഡേ ഏത് അഥവാ ജനനദിനം ഏത് എന്നുപോലും തിരിച്ചറിയാത്ത ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരൽപ്പം ജാഗ്രത കാണിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾ സമ്പാദിച്ചു കൊടുക്കുന്ന സമ്പത്തുകൾ അനുഭവിക്കാനുള്ള ഭാഗ്യം പോലും വരാനിരിക്കുന്ന ഒരു തലമുറക്കുണ്ടാവില്ല എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞിട്ടുണ്ടോ നമ്മളിലുള്ള മക്കളുടെ വഴികളെക്കുറിച്ച്? ഏതൊക്കെ വിശ്വാസ വഴികളിലൂടെയാ നമ്മളെ മക്കൾ പോകുന്നത്? ചില പിതാക്കന്മാർ ആവേശം കൊള്ളും, ഞാൻ 5 വക്തിനും പള്ളിയിൽ പോകും, ഞാൻ കാലങ്ങളായി മുജാഹിദ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു വഴിക്കും ഞാൻ പോകാറില്ല എന്നാവേശത്തോടെ പറയുന്ന മാതാപിതാക്കളുടെ പല മക്കളും ഇന്ന് നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്നും യുക്തിവാദ ചിന്തകളിലേക്ക് കടന്നു പോകുന്നുണ്ട്. മക്കളുടെ വിശ്വാസ വഴികൾ അറിയാത്തവർ, മക്കളുടെ സ്വഭാവത്തിന്റെ വ്യതിയാനം അറിയാത്തവർ, ആൺകുട്ടികളുടേത് മാത്രമല്ല പെൺമക്കളുടേതും. ആൺകുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ വരുമ്പോഴേക്കും അതിനെപ്പറ്റി പറയാനും ചിന്തിക്കാനും ചർച്ച ചെയ്യാനും കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടും. പക്ഷേ നമ്മളെ പെൺമക്കൾ പോലും ആൺമക്കളെക്കാൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം, നിയന്ത്രിക്കപ്പെടേണ്ടതിന്റെ ഒന്നാമത്തെ സ്ഥാനത്ത് പെൺമക്കളായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. കലാലയ ക്യാമ്പസുകളിൽ ആർത്തുല്ലസിക്കുന്ന കൂട്ടത്തിൽ വെച്ച് കൊരവീടാനും കൂക്കുപിടിക്കാനും, ശരീരത്തിൽ മറയ്ക്കേണ്ട ഭാഗങ്ങൾ മറയ്ക്കാതെ തുള്ളാനും പെൺമക്കൾക്ക് ആവേശമുണ്ടാകുമ്പോ അതിന്റെ ജാള്യത നോക്കാതിരിക്കാൻ ആൺമക്കൾ കണ്ണു താഴ്ത്തുന്ന കാഴ്ച ഇന്ന് ക്യാമ്പസുകളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ആ രക്ഷിതാക്കളെ നമ്മൾ അറിയണം, രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന മക്കൾ ഏതൊക്കെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്, ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് അവർ പോകുന്നുണ്ട്, ഏതൊക്കെ റൂമുകളിൽ ഒരേ ഗ്ലാസിൽ 2 കോയിലിട്ട് വലിക്കാൻ സൗകര്യം കിട്ടുന്നുണ്ട്, ഏതൊക്കെ സ്ഥാപനങ്ങളിൽ പൈസ കൊടുക്കാതെ ബർഗറും സാൻഡ്വിച്ചും കിട്ടുന്നുണ്ട്. അറിയണം രക്ഷിതാക്കൾ.
നേരം വെളുത്ത് സ്ഥാപനത്തിലേക്കും അല്ലാത്തിടത്തേക്കും ദുനിയാവുണ്ടാക്കാൻ വേണ്ടി ഓടുന്ന രക്ഷിതാക്കളിൽ പലരും പിന്നീട് സങ്കടം പറയും, നിന്റെ മോൾ അങ്ങനത്തോളല്ലായിരുന്നു, നിന്റെ മകൻ അങ്ങനെയൊക്കെ ആയി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മക്കളും ഒരു സുപ്രഭാതത്തിൽ അവർ പേച്ച മാർഗത്തിലേക്ക് എത്തുന്നില്ല. കൃത്യമായ അജണ്ടകളിലൂടെ, കൃത്യമായ ഒരു രീതിയിൽ മനസ്സും ശരീരവും അധർമ്മത്തിന്റെ വഴികളിലേക്ക് എത്തിപ്പെട്ട് സ്വയമായ ആത്മാഭിമാന ബോധം പല ഭാഗത്തുനിന്നും ഇൻജക്ട് ചെയ്യപ്പെടുമ്പോഴാ പെൺമക്കൾ വാപ്പ വേണ്ടെങ്കിലും ഞാൻ ജീവിക്കും, ഉമ്മ പൊട്ടിക്കരഞ്ഞാലും ഞാൻ ജീവിക്കും, എനിക്ക് തോന്നിയവന്റെ കൂടെ ഞാൻ പോകും എന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കാരണം. ആ രംഗത്തെ നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കണം, എന്താ രക്ഷിതാക്കളെ നമ്മൾ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? സ്വന്തം മക്കളിൽ നിന്ന് രക്ഷിതാക്കൾ പ്രതീക്ഷിക്കുന്നത് എന്താ? വയസ്സാം കാലത്ത് നോക്കിയാൽ മാത്രം മതിയോ? അതല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കൽ മാത്രമാണോ കടമ? എന്റെ ആയുസ് അത്രയും ഞാൻ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചു, പെൻഷൻ അടിച്ചു, അവർക്ക് കൃത്യമായി തിന്നാൻ കൊടുത്തു, അതാണോ രക്ഷിതാക്കളുടെ കടമ? അല്ലെങ്കിൽ പഠിപ്പിക്കൽ മാത്രമാണോ ബാധ്യത? അതാണോ ധാർമ്മികത? ഇന്ന് ചില രക്ഷിതാക്കൾ ഊറ്റം കൊള്ളാറില്ലേ? മക്കളെയൊക്കെ ഞാൻ നല്ലവർക്ക് പഠിപ്പിച്ചു, ഉള്ളത് കടം വാങ്ങി ലോൺ എടുത്തും പഠിപ്പിച്ചു. മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഊറ്റം കൊള്ളുന്ന രക്ഷിതാക്കളുണ്ട്, വേണ്ട എന്ന അർത്ഥത്തിലല്ല. പക്ഷേ ഒരു മക്കൾക്ക് നിന്നും രക്ഷിതാക്കൾ പ്രതീക്ഷിക്കേണ്ടത് എന്താ? സംസ്കാര സമ്പന്നതയുള്ള വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറ. അതുണ്ടെങ്കിലേ നിങ്ങൾ സംരക്ഷിക്കപ്പെടൂ. അത് മക്കളിൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടൂ. അങ്ങനെയുള്ള മക്കളാണെങ്കിലേ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ മരിക്കാൻ പറ്റൂ. അതാണ് ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചതും. നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തിരിച്ചറിവുണ്ടാക്കി കൊടുക്കണം. MBBS കാരൻ കൈക്കൂലിക്കാരനാണെങ്കിൽ പഠിപ്പിച്ച വാപ്പാർക്ക് അള്ളാന്റെ അടുത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. MBA ബിരുദധാരി നാട്ടുകാരെ പറ്റിക്കുന്ന കച്ചവട തന്ത്രക്കാരനാണെങ്കിൽ മാതാപിതാക്കൾക്ക് റബ്ബിന്റെ മുൻപിൽ പ്രത്യേകിച്ച് വലുപ്പത്തരം പറയാനില്ല. നാട്ടിലെ ഏതെങ്കിലും ഫ്ലെക്സിൽ വാപ്പാന്റെ പേരിനൊപ്പം 10A+ കിട്ടിയ മക്കളുടെ ഫോട്ടോ വരും എന്നല്ലാതെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത് 21 രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിക്കുന്ന കാലം. അന്ന് അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് വന്നൊരു പിതാവ് പറഞ്ഞു, ഉമർ, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, ഞാൻ പറയുന്ന എന്റെ മകൻ കേൾക്കുന്നില്ല, അവൻ എന്നെ മർദ്ദിക്കാൻ ഒരുങ്ങുന്നു, അവൻ എന്നോട് ദേഷ്യപ്പെടുന്നു, വൃത്തികെട്ട വാക്കുകളൊക്കെ എന്നോട് പറയുന്നു. അതുകൊണ്ട് ഉമർ, താങ്കളൊന്ന് എന്റെ മകനെ വിളിച്ചു ഗുണദോഷിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ആ കുട്ടിയോട് മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകളെപ്പറ്റി അല്ലാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ മുഴുവനും ഓതിക്കൊടുത്തു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊക്കെ വാക്കുകൾ പറഞ്ഞോ അത് മുഴുവനും തന്റെ മകന് പഠിപ്പിച്ച്, അഥവാ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നിന്റെ പിതാവിനോട് നീ അതുകൊണ്ട് നല്ല നിലക്ക് പെരുമാറണം. ആ കുട്ടി അതും കേട്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോ പെട്ടെന്ന് മാറി തിരിഞ്ഞു നിന്നു. എന്നിട്ട് ചോദിച്ചു, ഉമർ, എനിക്കൊരു ചോദ്യം താങ്കളോടുണ്ട്. ആ കുട്ടിയുടെ ചോദ്യം കേട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, നിനക്ക് ചോദിക്കാം. ആ കുട്ടി ചോദിച്ചു, ഉമറെ, എന്റെ പിതാവിനോട് എനിക്കുള്ള ബാധ്യത താങ്കൾ പറഞ്ഞു. ആ മാതാപിതാക്കൾക്ക് എന്നോടുള്ള ബാധ്യതയും ഒന്ന് വിശദീകരിക്കണം. എന്തേ? അത് അല്ലാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലേ? മുഹമ്മദ് നബി ആ വിഷയത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് പുഞ്ചിരിയോടെ പറഞ്ഞു, ഉണ്ട് മോനെ, ജനനം മുതൽക്ക് മാതാപിതാക്കൾ ആ മക്കളെ ശ്രദ്ധിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവന്റെ ജനനത്തോടുകൂടി അവനൊരു നല്ല പേരിടലാണ് മാതാപിതാക്കളുടെ ഏറ്റവും നല്ല ബാധ്യത. അതിനുശേഷം ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം, ആ കുട്ടിക്ക് മതബോധം കൊടുക്കണം, അവന്റെ ജീവിതം സ്വർഗത്തിലേക്കുള്ള പാതയാക്കി കൊടുക്കണം. സംസ്കാരവും ധർമ്മവും ദൈവിക വിശ്വാസവും അവന്റെ ഹൃദയത്തിലേക്ക് കൊടുക്കണം. ഇത് കേട്ടപ്പോ കുട്ടി പറഞ്ഞു, എങ്കിൽ ഉമർ, എന്റെ വാപ്പ കള്ളന, എന്റെ മാതാപിതാക്കൾ എന്നോട് നീതി കാണിച്ചിട്ടില്ല. അത്ഭുതത്തോടെ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, എന്തേ അങ്ങനെ തോന്നാൻ? അദ്ദേഹം കുട്ടി തിരിച്ചു പറഞ്ഞു, ഉമർ, എന്റെ പേരെന്തെന്നറിയുമോ? ഹുസൂം എന്നാണ് എന്റെ പേരെന്റെ മാതാപിതാക്കൾ ഇട്ടത്. എന്റെ പിതാവിന് തോന്നി വിളിക്കാൻ അതൊരു നല്ല പേരാണെന്ന്. അയാൾ എന്നെ ആ പേരിട്ട് വിളിച്ചു. ആ പേരിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? പച്ചവണ്ട് എന്ന. ഒരു പച്ചവണ്ടിനെ പോലെയാ എന്റെ വാപ്പ എന്നെ കണ്ടതും വിളിച്ചതും. അള്ളാന്റെ അടുത്ത് എന്റെ പേരൊന്ന് പരിചയപ്പെടുത്തുമ്പോ പച്ചവണ്ടായിട്ടല്ലേ, അല്ലെങ്കിൽ ഒരുണക്ക വണ്ടായിട്ടല്ലേ അള്ള എന്നെ കണക്കാക്കുക?
പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ സ്വർഗത്തെ പറ്റി എന്റെ പിതാവ് എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടില്ല. ഭക്ഷണം തരുന്നുണ്ട് എന്നുള്ളതൊക്കെ നേര്, പക്ഷേ സ്വർഗം എന്താണെന്ന് എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഒരു നല്ല ഉമ്മയെ എന്റെ വാപ്പ എനിക്ക് തന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാളെ എന്നോടും നിങ്ങളോടുമാണ് ആ ചോദ്യമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ അവസ്ഥയെ പറ്റി? നല്ലൊരു ഉമ്മാനങ്ങൾ എനിക്ക് തന്നില്ലല്ലോ വാപ്പ. ഇനി ഉമ്മാന്റെ അടുത്ത് ചെന്നിട്ട് മക്കൾ പറയാ നല്ലൊരു വാപ്പാൻ എനിക്ക് തന്നില്ലല്ലോ ഉമ്മ. അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും കൃത്യമായൊരു ജാഗ്രതയിലൂടെ നിങ്ങൾ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകണം. മദീന പള്ളിയിൽ ഏറ്റവും കൂടുതൽ സഹാബാക്കൾ കരഞ്ഞതായിട്ട് കുടുംബത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയപ്പോഴാ നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാക്കണം എന്ന് കേട്ടപ്പോഴേക്കും സഹാബാക്കൾ കരയാൻ തുടങ്ങി. ഇന്ന് നമ്മളും ചിലര് പറയാറില്ലേ, ഞാൻ നയിക്കാൻ പോകാറുണ്ട്, ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടതൊക്കെ ചെയ്തൊടുക്കുന്നുണ്ട്, ടിവിന്റെ മുൻപിലിരിക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല, ഒരു പാർട്ടിന്റെ ആളായിട്ട് ഞാൻ പോയിട്ടില്ല, ഒരു അക്രമത്തിനും ഞാൻ കൊണ്ടുനിന്നിട്ടില്ല, ഞാൻ എന്റെ ജോലി, എന്റെ വീട്, എന്റെ കുടുംബം അങ്ങനെ നടക്കുന്ന ഒരാളാ. പോരാ, നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ നോക്കണം. നിങ്ങളതിലിടപെടുന്നില്ല, നിങ്ങളതിന് പോകുന്നില്ല എന്നുള്ളതല്ല അള്ളാഹ്ക്ക് വേണ്ടത്. നിങ്ങളെ തലമുറയെയും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കണം. അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ സഹാബത്തിനെ പഠിപ്പിച്ചതും ചെറുപ്പ കാലഘട്ടം മുതൽക്കേ നിങ്ങളെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വൈദിയായി അല്ലെങ്കിൽ വലിപ്പത്തിലേക്ക് എത്തിയ മക്കൾ ആ സമയത്ത് പാളിപ്പോകുകയല്ല, അവന്റെ ഓരോ ചുറ്റുപാടുകളും അവനെ നാശത്തിലേക്ക് എത്തിക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് രക്ഷിതാക്കളോട് ഇസ്ലാം പഠിപ്പിച്ചു, നിങ്ങൾ ചുറ്റുപാടുകൾ നന്നാക്കണം. നിങ്ങളുടെ മക്കൾ വളരുന്ന ചുറ്റുപാടുകൾ നിങ്ങൾ നന്നാക്കണം. ഏതുവരെ അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, ഗർഭിണികളോട് മോശമായി സംസാരിക്കരുത്. ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിച്ചു, ഗർഭം ധരിച്ചൊരു പെണ്ണിനെ ഭർത്താവോ കുടുംബക്കാരോ അകാരണമായി വേദനിപ്പിക്കുകയോ മാനസിക സംഘർഷത്തിൽ ഏർപ്പെടുത്തുകയോ ചെയ്താൽ അതും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. ആ പെണ്ണിന്റെ മാംസം പോലെ ആ മാംസത്തിലുണ്ടായ പൊക്കിൾക്കൊടി ബന്ധങ്ങളിലൂടെ ആ സങ്കടവും സംഘർഷവും ആ മക്കളിലേക്കും എത്തുന്നുണ്ട്. ആ തിരുദൂതൻ സുന്ദരമായി ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് നിങ്ങൾ കുടുംബത്തിൽ നല്ല ചുറ്റുപാടുകൾ ഉണ്ടാക്കണം. പലപ്പോഴും ഓരോ കുടുംബത്തിലും നമ്മൾ കാണാറില്ലേ, ഉപ്പമാര് ഒതുവെടുക്കുമ്പോഴേക്കും 2.5 വയസ്സും 3 വയസ്സുള്ള ചെറിയ പൈതല് മുസല്ലയും എടുത്തിട്ട് ഇങ്ങനെ വരും, ഉപ്പാക്കുള്ള മുസല്ല. അല്ലെങ്കിൽ നമസ്കരിക്കുന്ന വാപ്പയും ഉമ്മയും ഇരിക്കുമ്പോ ചെറിയ പ്രായത്തിലുള്ള മക്കള് നമസ്കരിക്കാൻ ഇമാമ നിൽക്കുന്ന ഉമ്മാന്റെ വാപ്പാന്റെ മുൻപിൽ വന്ന് തലകുത്തി മറിയുന്നത് കാണലില്ലേ? മക്കൾ അനുകരിക്കുന്നുണ്ട്, മക്കൾ കാണുന്നുണ്ട് ഓരോ നിമിഷങ്ങളും. ആ ചുറ്റുപാടിൽ ആ കുടുംബത്തെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരണം. പക്ഷേ നമ്മളിൽ പല കുടുംബങ്ങളോ ആരാണ് നമസ്കരിക്കുന്നതെന്ന് അവർക്ക് പോലും ചിന്തയില്ലാത്തൊരു കാലം. സുബഹിയപ്പോ നേരം ഉദിച്ച് വെയിലുദിച്ചിട്ട് 8 മണിക്ക്, ളുഹ്റപ്പോ ആളുകൾ ചോദിക്കാനില്ല. കയറി വരുന്ന മക്കളോട് പോലും 5 വക്തില് 2 എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോന്ന് ചോദിക്കാൻ നാവ് പൊന്താത്ത വാപ്പയും ഉമ്മയുമാണെങ്കിൽ കൊടുത്ത ഭക്ഷണത്തിന്റെ കണക്കെ അള്ളാന്റെ അടുത്ത് പറയാൻ കിട്ടൂ. അല്ലാത്തതൊന്നും മാതാപിതാക്കൾക്ക് റബ്ബിന്റെ അടുത്ത് പറയാനുണ്ടാവില്ല. നമ്മളെ മക്കൾക്ക് ഒരു വിശ്വാസത്തിന്റെ മൂല്യമുണ്ടാക്കി കൊടുക്കണം. ഇസ്ലാം എന്നാൽ സർവ്വ സ്വാതന്ത്ര്യങ്ങളെയും കെട്ടിപ്പൂട്ടി വെക്കുന്ന മതമല്ല. എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചുകൊണ്ട് തന്നെ ദൈവതൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന മതമാണെന്ന്. അതാണ് ആ പേര് പോലും സമർപ്പിക്കുന്നവൻ. എനിക്ക് ആസ്വദിക്കാം ദുനിയാവ്, പരിമിതികൾക്കുള്ളിൽ നിന്ന്, അള്ളാഹു കാണിച്ചു തന്ന നിയമങ്ങൾക്കുള്ളിൽ നിന്ന്. ആ നിയമം ഞാൻ അതിര് കടക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് എന്നോട് താല്പര്യം. അങ്ങനെയാണല്ലോ, നിയമം തെറ്റിക്കുന്നവരോടാ താല്പര്യം, നിയമം അനുസരിക്കുന്നവരോട് താല്പര്യമല്ല. ഒരാൾ നിയമം തെറ്റിച്ചാൽ അത് സർക്കാരിനെയാണെങ്കിലും നിലപാടുകളെയാണെങ്കിലും അവൻ വലിയ ഹീറോയായി. ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ യാത്ര നടത്തുന്ന ഒരു വാനിന്റെ ഉത്പാദകരായ 2 ആളുകൾ വാന് മോഡിഫൈ ചെയ്തു. അത് പോലീസുകാർ പിടിച്ച് വിഷയമാക്കിയപ്പോ കേരളം കത്തിക്കണം എന്നവർ ആഹ്വാനം ചെയ്തു. അതിന്റെ പേരിൽ കേരളത്തിലെ കുടുംബത്തിലെ പലരും അവർക്ക് സപ്പോർട്ടുമായിട്ടിറങ്ങി. നിയമം ലംഘിക്കലാണ് ആണത്വം എന്ന് കുത്തിവെക്കപ്പെടുന്നുണ്ട് നമ്മളിലും നമ്മളെ മക്കളിലും. അവിടെ നമ്മൾ മക്കളെ ബോധ്യപ്പെടുത്തണം, വിശ്വാസത്തിന്റെ മൂല്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ മൂല്യത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. കാരണം വിശ്വാസികൾക്ക് ധർമ്മത്തിൽ വിശ്വാസം ഉണ്ടാകൂ. ഞാനൊരു വിശ്വാസിയാണെങ്കിലേ ധർമ്മത്തിൽ എനിക്കൊരു പ്രതീക്ഷയുള്ളൂ.
അതുകൊണ്ടാ ഞാൻ അധ്വാനിച്ച പണത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുന്നത്. ആ കൊടുക്കുന്നത് ആരാണ് അതിന് ഉപയോഗിക്കുന്നത്, ഡയാലിസിസിന് വരുന്നവരാരൊക്കെ എന്നൊരാൾക്കും അറിയില്ല. പക്ഷേ ഇവരിൽ പലരും ആ ഡയാലിസിസ് സെന്ററിന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ബോധത്തിലാ. മൂല്യവത്തായ ആ ബോധത്തിന് ഇസ്ലാം കൊടുക്കുന്ന പേരാണ് വിശ്വാസം, ആത്മീയ വിശ്വാസം. ആ വിശ്വാസത്തിലേക്ക് നമ്മുടെ മക്കൾ വരണം. വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികളോട് പറയണം, നിങ്ങളുടെ ഔറത്ത് മറയ്ക്കാൻ ഇസ്ലാം കൽപ്പിച്ചത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടല്ല. പഴുത്തു തൂങ്ങിക്കിടക്കുന്ന ഒരു വാഴക്കൊലയിലേക്ക് ആർത്തി കണ്ണുകൾ വരാതിരിക്കാൻ ഒരു ചാക്കുകൊണ്ട് മൂടിയിടുന്നത് പഴക്കൊലയോടുള്ള ആരാധനവ് കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അല്ല. അത് ലഭിക്കുന്നവന് മനസ്സമാധാനത്തോടെ ഉപയോഗിക്കാൻ ആസ്വദിക്കാൻ സാധിക്കണം. തന്നെ സമീപിക്കുന്നവർക്ക് മനസ്സംതൃപ്തിയോടെ കൊടുക്കാൻ പറ്റണം. ഇതര ജാലങ്ങളും ജീവികളും കൊത്തിപ്പെറുക്കുന്ന ഒരു പഴമാണെങ്കിൽ ആർക്കും അതിനോട് താല്പര്യം ഉണ്ടാവൂല മക്കളെ. അതുകൊണ്ട് പെൺകുട്ടികളെ, നിങ്ങൾ വസ്ത്രത്തിൽ ശ്രദ്ധിക്കണം. അങ്ങനെ ഇസ്ലാമിന്റെ മതമൂല്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് അറിയിച്ചു കൊടുക്കണം. അത് നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്കൊരു സങ്കടവും മക്കളെ ദുനിയാവിൽ ഉണ്ടാവൂല. അല്ലാഹ് കാക്കും. പരീക്ഷയിൽ പരാജയപ്പെട്ടാലും ലൈഫ് അല്ലാഹു തആല കളറാക്കി തരും. പരീക്ഷയിൽ ജയിച്ചിട്ടും ലൈഫ് കളറായിട്ടില്ലെങ്കിൽ പിന്നെ ആ ജയം കൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളില്ല. രണ്ടും ഒരുപോലെ അള്ളാന്റെ സഹായം വരും. നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സന്മാർഗമാക്കപ്പെടുന്ന ഖുർആനിന്റെ ഉടയാമകളായി തീർന്നാൽ, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പഠിപ്പിച്ചു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹി അഖ്വം. ഈ വിശുദ്ധ ഖുർആനാണ് നിങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുന്നത്. പക്ഷേ ഇന്ന് പല കുടുംബങ്ങളിലും ഖുർആൻ ഓത്തുപോലും നടക്കുന്നില്ല, ഖുർആനിന്റെ പഠനം പോലും നടക്കുന്നില്ല. ലേറ്റസ്റ്റ് മോഡൽ സിനിമകളുടെ പേരുകളും കഥകളും നമ്മളെ മക്കൾക്ക് ബൈഹാർട്ട. അവരെ പരിഹസിക്കുന്ന രീതിയിലല്ല, കാലഘട്ടം അങ്ങനെയാ. പക്ഷെ അതേ വീട്ടിലൊരു മക്കൾക്ക് 10 സൂറത്തിന്റെ കാണാപ്പാടം പേര് പറയാൻ പറ്റുന്നില്ലെങ്കിൽ, സൂറത്തുൽ അൻകബൂത്തിന് എന്തുകൊണ്ടാ ചെലന്തിയുടെ പേര്, സൂറത്തുൽ നഹ്ലിന് എന്തുകൊണ്ടാ തേനീച്ചയുടെ ഉറുമ്പിന്റെ പേര് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊരു സൂറത്ത് പോലും കേട്ടുകേൾവിയില്ലെങ്കിൽ, പ്രിയ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സ്വന്തം കുടുംബത്തിലേക്കൊക്കെ ഒന്ന് ചിന്തിച്ചു തുടങ്ങണം. മുതലുണ്ടാക്കാൻ ഓടിയാ മാത്രം പോരാ. അരമണിക്കൂർ സ്ഥാപനം നിർത്തിവെച്ച് നേരത്തെ വീട്ടിലെത്തി ഭാര്യനെ പിടിച്ചിട്ടൊരു കൃത്യമായ ചുറ്റുപാട് നമ്മളെ കുടുംബത്തിൽ ഉണ്ടാക്കണം. നമ്മളെ മക്കൾ വളരുക. നമ്മളെ വളർച്ച നമുക്ക് ബോധ്യപ്പെടുന്നില്ല. ഞാനിപ്പം വയസ്സനായോ, എനിക്കിപ്പോ 45 എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിലും നമ്മളെ മക്കൾ വളരുന്നുണ്ട്. 10 കഴിഞ്ഞിട്ടുണ്ട്, 15ലേക്ക് എത്തിയിട്ടുണ്ട്, 20 വയസ്സിലേക്ക് അപ്പുറം പോയിട്ടുണ്ട്. അവരുടെ മനസ്സും ശരീരവും വളരുമ്പോ അവർക്കൊരു പാത കാണിച്ചു കൊടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. സംസ്കാര ശൂന്യരുടെ ഡിഗ്രികളല്ല മക്കൾക്കുണ്ടാകേണ്ടത്, സംസ്കാര സമ്പന്നതയുടെ ഡിഗ്രി. അതുകൊണ്ട് അല്ലാഹ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും അവരുടെ മനസ്സിൽ നിങ്ങൾ ഇട്ടുകൊടുക്കണം. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. നിങ്ങൾക്ക് അല്ലാഹുവിനെ ഭയപ്പെടണം, സൂക്ഷിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് നിങ്ങൾ വരണം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അദൃശ്യമായ നിലയ്ക്ക് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, വിശ്വസിക്കണം. എവിടെ പോയാലും ഏതാൾക്കാരെ കൂടെ നടന്നാലും കാണാനുള്ള ഒരു റബ്ബ് നിങ്ങളെ കാണുന്നുണ്ട് എന്ന ബോധ്യം. വയുഖീമൂന സ്വലാത്ത. നമസ്കരിക്കാൻ അത് നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കണം. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നിങ്ങൾക്ക് അല്ലാഹ് തന്നതിൽ നിന്നും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക. നിങ്ങൾക്ക് അല്ലാഹ് അവതരിപ്പിച്ച ഖുർആനിലേക്കും മുൻഗാമികൾക്ക് അല്ലാഹ് അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലേക്കും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, വബിൽ ആഖിറതി, പരലോകം ശാശ്വതമാണെന്നും നിങ്ങൾ വിശ്വസിച്ചാൽ, ഉലൈക ഹുദം മിൻ റബ്ബിഹിം, അവർക്കാണ് അല്ലാഹുവിന്റെ അടുത്ത് സന്മാർഗം. വഉലൈക ഹുവൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അപ്പം മക്കളുടെ മനസ്സിലേക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഭൗതിക ലോകത്തെ ഡിഗ്രിയും ഈ പവറും ഹീറോയിസ് ഒന്നും അല്ല വിജയം. ഇതൊക്കെ അവസാനിക്കാൻ നിമിഷങ്ങൾ മതി. 12ാം ക്ലാസ്സുകാരെ ഹീറോയായി അഭിനയിച്ചു, പിന്നീട് കുത്തിവെക്കാൻ കിട്ടാതായപ്പോ 24ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. 12 കൊല്ലം ആസ്വദിച്ചവനാണോ ഒരായുസ് മുഴുവൻ 10-60 കൊല്ലം അല്ലാഹുവിനെ ഭയപ്പെട്ട് ദുനിയാവ് സന്തോഷിച്ചവനാണോ വിജയി? ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവനാ വിജയി. അല്ലാതെ കയറിച്ചെന്ന ക്യാമ്പസുകളിൽ ആർക്കോ വേണ്ടി കൊടിയും പിടിച്ച് പ്രബുദ്ധമാക്കപ്പെട്ട സമൂഹത്തെ അധർമ്മത്തിന്റെ വക്താക്കളാക്കാനും വഴിയിലേക്ക് കൊണ്ടുപോകാനും നമ്മൾ കൂട്ടുനിന്നാൽ
അതൊരു വലിയ പരാജയമാണ്. നാളെ നമ്മളുടെ മക്കളിലേക്ക് കയറി വരുന്ന ഒരു പരാജയം. ഇന്നത്തെ മക്കൾ അത്തരത്തിൽ ചിന്തിക്കുമ്പോ അതിന് രക്ഷിതാക്കൾക്ക് പോലും അതിനെ നിയന്ത്രിക്കാൻ പറ്റാതായി പോകുമ്പോ നാളെ എന്റെ വളർന്നു വരുന്ന മക്കളെ തൊട്ട് ഞാൻ അസ്വസ്ഥന, ഞാൻ ആശങ്കാകുലന. എന്റെ മക്കൾക്ക് നേരെ കൈകൾ വരും. എന്റെ മക്കളെ വിശ്വസിച്ചൊരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോ കാലങ്ങൾക്ക് മുൻപ് എന്റെ വല്യമ്മയൊക്കെ ജീവിച്ചതുപോലെ സ്വന്തം പേര് കുഞ്ഞായിഷാൻ എഴുതാൻ അറിയാത്ത ഒരു മക്കള് നമ്മളെ വീട്ടിലുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാര് നമ്മൾ തന്നെയായിരിക്കും. മതം വെറുക്കാനും മതനിരീശ്വരതത്വം, നിരീശ്വരവാദം ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മുടെ കുടുംബത്തിൽ നിന്നും പണിയെടുക്കപ്പെടുമ്പോ അവിടെ നമ്മൾ ചിന്തിക്കണം. മക്കളെ അടുത്തേക്ക് വിളിക്കണം. മുതിർന്നവരാണെങ്കിലും വലിയ പ്രശ്നമുള്ള മക്കളായാലും ശരി, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ശരി, അവരെ അടുത്തേക്ക് വിളിക്കണം. അവരെ വിശ്വാസങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ചോദിക്കണം. ആ വിശ്വാസത്തിന്റെ ഭാഗങ്ങളെപ്പറ്റി, അവരുടെ സ്വഭാവത്തിന്റെ ഭാഗങ്ങളെപ്പറ്റി, അവർക്ക് ഏത് വിശ്വാസമാണിപ്പോ, അവരിപ്പം ഇടപെടുന്ന കൂട്ടുകാര് ഏത് വിഭാഗക്കാരാണ് എന്നൊക്കെ ചോദിച്ച് അവരുടെ വിശ്വാസത്തിന്റെ അളവൊന്ന് നമ്മൾ അറിയണം. ആ സമയത്ത് ചില മക്കൾ പറയും, ഞാൻ നല്ലത് ചെയ്യുന്നവരോടൊപ്പമാ. നന്മകൾ ചെയ്യട്ടെ, അതാർക്കും പ്രവർത്തിക്കാം. പക്ഷേ നന്മ ചെയ്യുന്നവരോടൊപ്പം ഒരു വിശ്വാസത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ എല്ലാ രംഗവും നന്നാവും. നന്മ ചെയ്യുന്നവൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യില്ല. നന്മ ചെയ്യുന്നവൻ ഒരു വിശ്വാസത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ അവൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കില്ല. പുഞ്ചിരി പോലും അവൻ പ്രതീക്ഷിക്കില്ല. ആ മനസ്സിലേക്ക് മക്കളെ എത്തിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ദൈവതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു ചിന്ത വന്നാൽ എല്ലാ രംഗവും നന്നാവും. ചൂഷണം ചെയ്യപ്പെടുന്നതിൽ നിന്ന് ഈ ജനതയെ തടയാനും സാധിക്കും. അതാണ് ഇസ്ലാമിന്റെ ലൈൻ, അതാണ് വിശ്വാസത്തിന്റെ ലൈൻ. ഇസ്ലാമും മുസ്ലിമും തമ്മിലുള്ള ജീവിതത്തിന്റെ ലൈൻ ദൈവിക തൃപ്തിക്ക് വേണ്ടിയാണ് ഓരോന്ന് ചെയ്യുന്നതെങ്കിൽ ആളോ അംഗബലമോ സ്ഥാനമോ ചൂഷണമോ ഇസ്ലാമിൽ നടക്കില്ല. എങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമില്ലെങ്കിൽ ചൂഷണങ്ങളും അത്തരത്തിലുള്ള പ്രതീക്ഷകളും സ്ഥാനമാനങ്ങളും പലരും ആഗ്രഹിക്കുകയും ചെയ്യും. അവിടെയാണ് ഇസ്ലാമും ഇതര കാര്യങ്ങളും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. നമ്മളെ മക്കൾക്ക് കൃത്യമായൊരു രീതിയിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ദുനിയാവിൽ പരക്കം പായുന്നതിന്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റെങ്കിലും മക്കൾക്ക് വേണ്ടി ആഴ്ചയിൽ 2 ദിവസം മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് പത്രത്തിൽ വായിക്കുന്ന കുറ്റിച്ചെടിക്ക് മറവിൽ പ്രസവിച്ചു പോയ പെണ്ണ് നാളെ നമ്മളെ വീട്ടിലാകാതിരിക്കാൻ അതെങ്കിലും നമ്മളെ കുടുംബത്തോട് നമ്മൾ കാണിക്കണം. അങ്ങനെ വിശ്വാസത്തിന്റെ ധർമ്മ, വിശ്വാസത്തിന്റെ ദീപ്തി സമൂഹത്തിലും കുടുംബത്തിലും പ്രവർത്തിക്കുന്ന നല്ല കുടുംബങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഒരു തത്വജ്ഞാനിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഏകദേശം 10ഓളം ഉപദേശങ്ങൾ അദ്ദേഹം തന്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉപദേശത്തിന്റെ വലുപ്പം അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നമ്മൾ ഓർക്കണം. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ആടിനെ കൊണ്ടുവന്ന് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ലുഖ്മാൻ, നിങ്ങൾ അതിനെ അറുത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട 2 അവയവം എനിക്ക് തരണം. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ നാവും ഹൃദയവും ആ വ്യക്തിക്ക് കൊടുത്തു. വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ മനുഷ്യൻ മറ്റൊരാടിനെ അയച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ലുഖ്മാൻ, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അവയവം എനിക്ക് തരണം. അന്നും ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമ കൊടുത്തത് 2ാമത്തെ തവണ വന്നപ്പോ പറഞ്ഞു, ഇതിന്റെ ഏറ്റവും മോശമായ 2 അവയവം എനിക്ക് തരണം. അന്നും ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമ കൊടുത്തത് നാവും ഹൃദയവുമായിരുന്നു. ആ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമ ലോകത്തിന് കൊടുക്കുന്ന ഒരു മാതൃക ഉണ്ട്. നാവും മനസ്സും നന്നാവാത്ത, ഹൃദയവും നന്നാവാത്ത വിശ്വാസിക്ക് അള്ളാന്റെ മുൻപിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നും പറയാനില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ ക്വാളിറ്റി അതാണ്. നമ്മളെ വിശ്വാസം ഹൃദയത്തിലാണെങ്കിൽ നാവുകൾ നന്നാവും, കണ്ണുകൾ നിയന്ത്രിക്കപ്പെടും. ആ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമ മക്കൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഉപദേശം ഇങ്ങനെയാ,
തന്റെ മക്കളെ അടുത്തു പിടിച്ചിട്ട് ഒരു സതുപദേശം സാരോപദേശമായി കൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമക്കളെ, അവിവേകത്തിലോ അക്രമത്തിലോ ദേഷ്യപ്പെട്ടോ അല്ല, യാ ബുനയ്യ മക്കളെ, ലാ തുശ്രിക് ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അള്ളാഹുവിനെ തള്ളിപ്പറയുന്ന ഒരു വിശ്വാസത്തിലേക്കും നിങ്ങൾ പോകരുത്. നിങ്ങളെ കാണാനുള്ള ഒരു റബ്ബ് കാത്തിരിക്കുന്നുണ്ടെന്ന ബോധം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവാതെ പോകരുത്. ഇന്ന ശിർക ലദുൽമുൽ അദീം, അത് വമ്പിച്ച പാതകമായിരിക്കും. മറ്റെന്ത് പാപം ചെയ്താലും അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും. പക്ഷേ പ്രപഞ്ചനാഥനായ അള്ളാഹു, ആ അള്ളാഹുവിൽ നിങ്ങൾ അവിശ്വസിച്ചാൽ, ആ വിശ്വാസത്തെ നിങ്ങൾ തകർത്താൽ, അള്ളാഹുവിന്റെ മാർഗത്തിന് പകരം അധർമ്മത്തിന്റെ മാർഗം നിങ്ങൾ തേടിയാൽ, ആ വിശ്വാസത്തിൽ നിങ്ങൾ ദൈവത്തെ പങ്കുചേർത്താൽ ഒരിക്കലും അള്ളാഹ് നിങ്ങളോട് കാരുണ്യം കാണിക്കുകയില്ല. ഇന്നത്തെ മക്കളോട് പറയാനുള്ളതും അത് തന്നെയാണ്. പല കോലത്തിലും സോഷ്യൽ മീഡിയ വ്യാപിച്ചപ്പോൾ പല വിശ്വാസങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് സർവ്വ ഗ്രൂപ്പുകളിലേക്കും നമ്മുടെ ഉമ്മാരും മക്കളും ചേക്കേറിയപ്പോ ഇല്ലാത്ത ഒരുപാട് ഫസാദുകൾ കുടുംബത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ഫസാദുകൾ എല്ലാവരും കേൾക്കും, എല്ലാം കൂടി കേൾക്കും. എന്നിട്ട് അവസാനം ഒരു ഈമാനിന്റെ ബലവും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. അത് ചെയ്യുന്ന പാടില്ലെന്ന് പഠിച്ചിട്ടും ഇന്ന സ്റ്റാറ്റസ് കിട്ടി, ഇന്ന ഗ്രൂപ്പ് കൂടെ കിട്ടി, അതുകൊണ്ട് അതും ചെയ്യുന്നു. ആ രീതിയിലാവാൻ പാടില്ല. നമ്മുടെ വിശ്വാസം അള്ളാഹുവിന്റെ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും ചേർത്ത് വെക്കണം. എന്നിട്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നന്മകൾക്ക് മുന്നേറണം. അതാണ് ഈ സമൂഹത്തിനും നാടിനും വരാനിരിക്കുന്ന കാലഘട്ടത്തിനും ഏറെ ഗുണം ചെയ്യുക. അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്തു നിന്റെ സ്വർഗപൂങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ.